അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഫൊക്കാന കേരള കൺവെൻഷൻ ചെയർമാനായി ജോയ് ഇട്ടനെ നിയമിച്ചതായി പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഫൊക്കാന അതിന്റെ ചരിത്ര നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഫൊക്കാന കേരള കൺവെൻഷനും ഒരു ചരിത്രമായി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഫൊക്കാന ടീം. ഫൊക്കാനയുടെ സന്തത സഹചാരിയാണ് ജോയ് ഇട്ടൻ. മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളതും അമേരിക്കയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവും അറിയപ്പെടുന്ന ചാരിറ്റി പ്രവർത്തകനുമായ ജോയ് ഇട്ടൻ ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 2022 തയ്യാറെടുത്തതാണ്. പക്ഷേ ഫൊക്കാനയിലെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ അപേക്ഷ പ്രകാരം പിന്മാറുകയായിരുന്നു. സംഘടനയിൽ സ്ഥാനമാനങ്ങളെക്കാൾ ഐക്യത്തിന് പ്രാധാന്യം നൽകുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഫൊക്കാനയുടെ സന്തത സഹചാരിയാണ് ജോയ് ഇട്ടൻ. മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളതും അമേരിക്കയിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവും അറിയപ്പെടുന്ന ചാരിറ്റി പ്രവർത്തകനുമായ ജോയി ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 2022 തയ്യാറെടുത്തതാണ്. പക്ഷേ ഫൊക്കാനയിലെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ അപേക്ഷ പ്രകാരം പിന്മാറുകയായിരുന്നു. സംഘടനയിൽ സ്ഥാനമാനങ്ങളെക്കാൾ ഐക്യത്തിന് പ്രാധാന്യം നൽകുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അമേരിക്കയിലും കേരളത്തിലും നിരവധി സംഘടനകളിൽ നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ജോയ് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ 2 വട്ടം പ്രസിഡന്റ്, ഫൊക്കാന കൺവെൻഷന്റെ ദേശീയ കോർഡിനേറ്ററായും കമ്മിറ്റി മെമ്പറായും ട്രഷറർ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസിന്റെ ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റും യാക്കോബായ സുറിയാനി സഭയുടെ അമേരിക്ക, കാനഡ അതിഭദ്രാസന കൗൺസിൽ മെമ്പർ, യോങ്കേഴ്സ് സെന്റ് ജോസഫ് ചർച്ച് മാനേജിംഗ് കമ്മിറ്റി അംഗമായും കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, കൂത്താട്ടുകുളം ബെസിലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, വൈറ്റ് പ്ലെയിൻ സെന്റ് മേരീസ് ചർച്ചിന്റെ ട്രഷററായും പ്രവർത്തിക്കുന്നു. മാസ്റ്റേഴ്സ് ബിരുദധാരിയായ ജോയ് സ്കൂൾ തലം മുതൽ രാഷ്ട്രീയ ജീവിതം തുടങ്ങി. സ്കൂൾ ലീഡറായി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ താലൂക്ക് KSU പ്രസിഡന്റ്, തുടർന്ന് KSU സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, KPCC മെമ്പർ, യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, വിവിധ ഗ്രേഡ് യൂണിയനുകളുടെ നേതാവ്, കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ, ഇങ്ങനെ പോകുന്ന സ്ഥാനമാനങ്ങൾ. ജോയ് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മികവുറ്റ ഒരു പ്രവർത്തനം സംഘടനയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയും അസോസിയേഷന്റെ പ്രവർത്തനത്തെ അതിന്റെ മികച്ച തലത്തിൽ എത്തിക്കാൻ ജോയ് ഈട്ടന്റെ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. ഫൊക്കാന ചാരിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി അമേരിക്കൻ മലയാളി സംഘടനാ രംഗത്ത് സജീവമായ ജോയ് ഈട്ടൻ തന്റെ ജന്മനാടായ ഊരമനയിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പിന്നീട് വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇതിനോടകം 9 വീടുകൾ നിർമ്മിച്ചു നൽകിയ അദ്ദേഹം അർഹതയുള്ളവർക്ക് സഹായം എത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. 5 നിർധനരായ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും 3 നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകി ജോലി വാങ്ങി നൽകുകയും ചെയ്തു. 8ഓളം മിടുക്കരായ നിർധനരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ എല്ലാ സഹായം നൽകുകയും ചെയ്ത ജോയ് ഈട്ടൻ മറ്റുള്ളവരുടെ വേദനകൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയും അവയ്ക്ക് ഉചിതമായ പരിഹാരം കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. സാമൂഹിക പ്രവർത്തനത്തിനും ചാരിറ്റി പ്രവർത്തനത്തിനും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ജോയ് ഈട്ടന്റെ പ്രവർത്തന മികവ് ഫൊക്കാന കേരള കൺവെൻഷൻ ഒരു ചരിത്രമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഫൊക്കാന പുതിയ പ്രവർത്തന ശൈലിയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിൽ മാറ്റം വരുത്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഫൊക്കാന അതിന്റെ ജന്മനാടായ കേരളത്തിൽ നടത്തുന്ന കൺവെൻഷൻ ജോയ് ഈട്ടന്റെ നേതൃത്വത്തിൽ കുറ്റമറ്റതും ചരിത്രപരമായ ഒരു കൺവെൻഷൻ ആയിരിക്കുമെന്നതിൽ സംശയമില്ലെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് ബിബിൻ രാജു, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കലോലിക്കൽ, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ ബില്ലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. യോങ്കേഴ്സ് മലയാളി അസോസിയേഷൻ സമാഹരിച്ച 2 ലക്ഷം രൂപ ഫോമ എംപയർ റേഷ്യന്റെ പ്രവർത്തന ഉദ്ഘാടന വേളയിൽ ഫോമ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചെയർ ബിജു ചാക്കോയെ ഏൽപ്പിച്ചത് ഏവർക്കും മാതൃകയായി. ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ സേവനങ്ങൾക്ക് തുക എത്തിക്കുന്ന ആദ്യ സംഘടനകളിൽ ഒന്നാകാൻ കഴിഞ്ഞതിൽ YMA പ്രസിഡന്റ് പ്രദീപ് നായർ, സെക്രട്ടറി ജോഫ്രിൻ ജോസ്, ട്രഷറർ ഷോബി ഐസക്, മറ്റ് ഭാരവാഹികൾ എന്നിവർക്കും തികഞ്ഞ ചാരിതാർത്ഥ്യം. ഏതെങ്കിലും ഒരു ചാരിറ്റിക്കായി നൽകുന്നതിന് പകരം ഹെൽപ്പിംഗ് ഹാൻഡ്സിന് നൽകുന്നതിലൂടെ അർഹരായ പലർക്കും സഹായം എത്തുമെന്നത് കൊണ്ടാണ് YMA ഈ വഴി സ്വീകരിച്ചതെന്ന് പ്രസിഡന്റ് പ്രദീപ് നായർ ചൂണ്ടിക്കാട്ടി.
ഹെൽപ്പിംഗ് ഹാൻഡിന്റെ സേവനങ്ങൾക്ക് തുക എത്തിക്കുന്ന ആദ്യ സംഘടനകളിൽ ഒന്നാകാൻ കഴിഞ്ഞതിൽ YMA പ്രസിഡന്റ് പ്രദീപ് നായർ, സെക്രട്ടറി ജോഫ്രിൻ ജോസ്, ട്രഷറർ ഷോബി ഐസക്, മറ്റു ഭാരവാഹികൾ എന്നിവർക്കും തികഞ്ഞ ചാരിതാർത്ഥ്യം. ഏതെങ്കിലും ഒരു ചാരിറ്റിക്കായി നൽകുന്നതിന് പകരം ഹെൽപ്പിംഗ് ഹാൻഡ്സിന് നൽകുന്നതിലൂടെ അർഹരായ പലർക്കും സഹായം എത്തുമെന്നതുകൊണ്ടാണ് YMA ഈ വഴി സ്വീകരിച്ചതെന്ന് പ്രസിഡന്റ് പ്രദീപ് നായർ ചൂണ്ടിക്കാട്ടി. ഉദ്ഘാടന ചടങ്ങിൽ പ്രദീപ് നായരും സഹപ്രവർത്തകരും ചേർന്ന് തുക ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചെയർ ബിജു ചാക്കോയെ ഏൽപ്പിച്ചു. സംഘടനാ നേതാക്കളും ഫോമയുടെ ദേശീയ പ്രാദേശിക നേതാക്കളും അതിന് സാക്ഷികളായി. പ്രദീപ് നായർ, ജോഫ്രിൻ ജോസ് എന്നിവർക്ക് പുറമെ ഷോബി ഐസക്, ഷൈജു കളത്തിൽ, നിഷാദ് ജോയി, ബിജു ആന്റണി, സുരേഷ് നായർ, ജിജു തോമസ്, മോട്ടി ജോർജ് എന്നിവരടങ്ങിയതാണ് YMA ഭരണസമിതി. ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, സെക്രട്ടറി ബൈജു വർഗീസ്, വൈസ് പ്രസിഡന്റ് ഷാലു പൊന്നൂസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, മുൻ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ് എന്നിവർക്ക് പുറമെ RVP PT തോമസ്, അഡ്വൈസറി കൗൺസിൽ ചെയർ ഷിനു ജോസഫ്, സുരേഷ് നായർ, മോളമ വർഗീസ്, തോമസ് കോശി, ജോൺ സി വർഗീസ്, ജെ മാത്യൂസ്, കുര്യാക്കോസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. 2023-24 കാലഘട്ടത്തിൽ തങ്ങളെ സഹായിച്ച എല്ലാവർക്കും YMA ഭാരവാഹികൾ നന്ദി പറഞ്ഞു. അവരുടെ സഹായമില്ലാതെ സംഘടനയുടെ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും വിജയിക്കുകയില്ലായിരുന്നു. ഇനിയും മികച്ച പ്രവർത്തനങ്ങൾ തുടരാൻ സംഘടന പ്രതിജ്ഞാബദ്ധമാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫോമയുടെ ഭരണഘടനയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ബൈലോ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ജോൺ സി വർഗീസാണ് കമ്മിറ്റി ചെയർമാൻ. ജെ മാത്യു വൈരമൺ, സജി എബ്രഹാം, സിജോ ജെയിംസ്, ബബ്ലു ചാക്കോ എന്നിവരാണ് ബൈലോ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ബൈലോ കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ സി വർഗീസ് ഫോമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും മുൻ ജനറൽ സെക്രട്ടറിയുമാണ്. ബൈലോ കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ സി വർഗീസ് ഫോമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും മുൻ ജനറൽ സെക്രട്ടറിയുമാണ്. കൂടാതെ ഫോമ അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ, വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ജെ മാത്യു ഫോമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും അവിഭക്ത ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റുമാണ്. ഫോമയുടെ നിരവധി കമ്മിറ്റികളിൽ അംഗമായിരുന്നിട്ടുണ്ട്. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ലാനയുടെ മുൻ പ്രസിഡന്റും ജനനി മാഗസിന്റെ ചീഫ് എഡിറ്ററുമായ ജെ മാത്യു അമേരിക്കയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ്. കമ്മിറ്റി അംഗമായ മാത്യു വൈരമൻ ഹ്യൂസ്റ്റൺ മലയാളി അസോസിയേഷന്റെ സജീവ പ്രവർത്തകനും ഇമിഗ്രേഷൻ ലോയറുമാണ്. ടെക്സസ് ആൻഡ് എം യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയായ മാത്യു നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ്. കമ്മിറ്റി അംഗമായ സജി എബ്രഹാം ഫോമയുടെ സ്ഥാപക നേതാവാണ്. നാഷണൽ കമ്മിറ്റി അംഗം, ഫോമ ന്യൂസിന്റെ ആദ്യ ചീഫ് എഡിറ്റർ, കേരള കൺവെൻഷൻ ചെയർമാൻ, ബൈലോ കമ്മിറ്റിയുടെ സെക്രട്ടറി, അഡ്വൈസറി കൗൺസിൽ സെക്രട്ടറി, മലയാളി സമാജം പ്രസിഡന്റ്, മലയാളി സമാജം സെക്രട്ടറി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് സജി എബ്രഹാം. കമ്മിറ്റി അംഗമായ സിജോ ജെയിംസ് കേരള അസോസിയേഷൻ ഓഫ് റിയോ ഗ്രാൻഡെ വാലിയുടെ നിലവിലെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. സംഘടനയുടെ മുൻ സെക്രട്ടറിയായും സേവനം ചെയ്തിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ച് നേതൃത്വ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. കോർഡിനേറ്റർ ആയ ബബ്ലു ചാക്കോ ഫോമയുടെ നാഷണൽ കമ്മിറ്റി അംഗമാണ്. ബൈലോ കമ്മിറ്റിയെയും ഫോമ നാഷണൽ കമ്മിറ്റിയെയും തമ്മിൽ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല ബബ്ലു ചാക്കോയ്ക്കാണ്. പുതിയ ബൈലോ കമ്മിറ്റിയെ ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പൊന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ അനുമോദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ആഗോളതലത്തിൽ പ്രവാസി മലയാളികൾക്കായി വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ നടത്തിയ കലാ സാംസ്കാരിക വേദിയുടെ 18ാം സമ്മേളനം വെർച്വലായി കേരളപ്പിറവി ആഘോഷിച്ചു. പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിൽ നിന്നും കൂടുതൽ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നതിനാൽ 10 വർഷത്തിനകം കേരളം വൃദ്ധന്മാരുടെയും അന്യദേശക്കാരുടെയും നാടായി മാറുമെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രവാസി മലയാളികളുടെ ജാഗ്രത പിറന്ന മണ്ണിനോടുണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്നും കൂടുതൽ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നതിനാൽ 10 വർഷത്തിനകം കേരളം വൃദ്ധന്മാരുടെയും അന്യദേശക്കാരുടെയും നാടായി മാറുമെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രവാസി മലയാളികളുടെ ജാഗ്രത പിറന്ന മണ്ണിനോടുണ്ടാകണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. സോബിച്ച ചെന്നരങ്കരയുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ആഘോഷത്തിന് തുടക്കമായത്. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി M
പടയാട്ടിൽ സ്വാഗതം ആശംസിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റോഫ് വർഗീസ്, യൂറോപ്യൻ ചെയർമാൻ ജോളി തടത്തിൽ എന്നിവർ കേരളപ്പിറവി ആശംസകൾ നേർന്നു. അന്ന് ജന്മദിനമായിരുന്ന ജോളി തടത്തിലിന് എല്ലാവരും ജന്മദിനാശംസകൾ നേർന്നു. ഗ്ലോബൽ വൈസ് ചെയർമാൻ ഗ്രിഗറി മേഡയിൽ, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ ജിമ്മി ലോനപ്പൻ മൊയ്ലാൻ, ഗ്ലോബൽ വുമൻസ് ഫോറം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ലളിത മാത്യു, അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലശ്ശല്ലൂർ, ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ഡോക്ടർ PM നായർ, IPS യൂറോപ്പ് റീജിയൻ വൈസ് പ്രസിഡന്റ് രാജു കുന്നക്കാട്ട്, സെക്രട്ടറി ബാബു തോട്ടപ്പള്ളി, UK പ്രൊവിൻസ് പ്രസിഡന്റ് സൈബിൾ പാലാട്ടി, UK നോർത്ത് വെസ്റ്റ് പ്രൊവിൻസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ്, ജർമ്മൻ പ്രൊവിൻസ് ജനറൽ സെക്രട്ടറി ചിനു പടയാട്ടിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡോക്ടർ അജി അബ്ദുള്ള, ടെക്സസ് പ്രൊവിൻസ് പ്രസിഡന്റ് ആൻസി തലശ്ശല്ലൂർ, സാഹിത്യകാരൻ കാരൂർ സോമൻ, എഴുത്തുകാരനായ ഡോക്ടർ ജോർജ് കളിയാടൻ, ജോഹാന സുനിൽ, ശശി നായർ, ഡോക്ടർ സേതുമാധവൻ തുടങ്ങിയവരുടെ സജീവ സാന്നിധ്യം വേദിയിലുണ്ടായിരുന്നു. അമേരിക്കൻ റീജിയനിലെ പ്രമുഖ ഗായകരായ ജോൺസൺ, ആൻസി തലശ്ശല്ലൂർ, യൂറോപ്പിലെ പ്രമുഖ ഗായകരായ ജോസ് കവലച്ചിറ, സോബിച്ചൻ ചെന്നങ്കര, എബി കുര്യാക്കോസ്, ശ്രീജ ഷിൽഡ് കാം തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. അമേരിക്കൻ റീജിയനിൽ നിന്നുള്ള നർത്തകിമാരായ അമ്പിളി ടോം, ജോസ്ലിൻ സെബാസ്റ്റ്യൻ, ജൂലിയറ്റ് ജോസഫ്, രോഹിണി നായർ, അയർലൻഡിൽ നിന്നുള്ള ടീന വിമൽ, മഞ്ജു റിഞ്ചു, ജിൻസി മനു, ലിൻജു അരുൺ, സുജി ഷെറോയി, നീതു ജോയ്, രേവതി രഞ്ജു, ഫിജിൻ സാവിയോ എന്നിവരുടെ നൃത്തവും യൂറോപ്പിൽ നിന്നുള്ള ജിബിയ ബേബി, ജോർലി ചിറ്റിലപ്പള്ളി, ഗ്രീഷ്മ കൊച്ചേട്ട്, ഇഷാനി ചിറയത്ത്, സോൺജ മേമ്പൂർ, സൗമ്യ ജോസി എന്നിവരുടെ തിരുവാതിരയും അപൂർവ മനോഹരമായി. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് ചെയർമാൻ ഗ്രിഗറി മേഡയിലും നർത്തകി അന്ന ടോമും ചേർന്നാണ് ഈ കലാ സാംസ്കാരിക വേദി മോഡറേഷൻ ചെയ്തത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറായ നിതീഷ് ഡേവിസ് ആണ് ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയത്. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ട്രഷറർ ഷൈജു ജോസഫ് കൃതജ്ഞത പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്കായി എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ച വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ഒരുക്കുന്ന ഈ കലാ സാംസ്കാരിക വേദിയുടെ അടുത്ത സമ്മേളനം മാർച്ച് 29 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫിലാഡൽഫിയ സീറോ മലബാർ പള്ളിയിൽ വർണ്ണാഭമായി ഫാമിലി നൈറ്റ് ആഘോഷം. സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിലെ വിശ്വാസി സമൂഹം ഒന്നു ചേർന്ന് അഗാപ്പെ 2024 എന്ന പേര് വിളിക്കുന്ന പാരിഷ് ഫാമിലി നൈറ്റ് ആഘോഷിച്ചപ്പോൾ അതിലൂടെ കൈവന്നത് പരസ്പര പരിചയപ്പെടലും സൗഹൃദം പുതുക്കലും സ്നേഹം പങ്കുവയ്ക്കലുമാണ്. സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിലെ വിശ്വാസി സമൂഹം ഒന്നുചേർന്ന് അഗേപ്പെ 2024 എന്ന പേര് വിളിക്കുന്ന പാരിഷ് ഫാമിലി നൈറ്റ് ആഘോഷിച്ചപ്പോൾ അതിലൂടെ കൈവന്നത് പരസ്പര പരിചയപ്പെടലും സൗഹൃദം പുതുക്കലും സ്നേഹം പങ്കുവയ്ക്കലുമൊക്കെയാണ്. ദൈവദത്തമായ കലാവാസനകൾ മറ്റുള്ളവരുടെ ആസ്വാദനത്തിനായി സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഒന്ന് വേറെ തന്നെ. വാർഷിക ഫാമിലി നൈറ്റ് ആഘോഷം, ജനപങ്കാളിത്തം, സമയനിഷ്ഠ, അവതരിപ്പിച്ച കലാപരിപാടികളുടെ വൈവിധ്യം, ഗുണമേന്മ, നയനമനോഹരമായ രംഗപാഠങ്ങൾ എന്നിവയാൽ ശ്രദ്ധേയമായി. നവംബർ 23 ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് കൈക്കാരന്മാരായ സജി സെബാസ്റ്റ്യൻ, ജോസ് തോമസ്, ജെറി കുരുവിള, പോളച്ചൻ വറീദ്, ജോജി ചെറുവേലിൽ, സെക്രട്ടറി ടോം പറ്റാനിയിൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ റവറൻ ഫാദർ റിനേഷ് കോയിക്കലെറ്റ്, റവറൻ ഫാദർ വർഗീസ് സാമ്പിക്കൽ, ബഹുമാനപ്പെട്ട CMC സിസ്റ്റേഴ്സ്, ഇടവക സമൂഹം എന്നിവരെ സാക്ഷിയാക്കി ആലുവ മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി ഡയറക്ടർ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പാലുമൂട്ടിൽ, വികാരി റവറൻ ഡോക്ടർ ജോർജ് ദാനവേലിൽ എന്നിവർ ഐക്യത്തിന്റെ പ്രതീകമായി ഒരു തിരി മാത്രം തെളിയിച്ച് ഫാമിലി നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. അഗേപ്പയുടെ ഹ്രസ്വമായ സന്ദേശം ദാനവേലിൽ അച്ഛൻ നൽകി. ഇടവകയിലെ 12 കുടുംബ യൂണിറ്റുകളും ഭക്തി സംഘടനകളായ SMCC, സെന്റ് വിൻസെന്റ് ഡി പോൾ, യുവജന കൂട്ടായ്മകൾ, മരിയൻ ബ്രദേഴ്സ് എന്നിവർ കോമഡി സ്കിറ്റ്, ലഘുനാടകം, കിടിലൻ നൃത്തങ്ങൾ, സമൂഹഗാനം എന്നിങ്ങനെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 2024 പ്രധാന സംഭവങ്ങൾ ചിത്രസഹായത്തോടെ കോർത്തിണക്കി ജോസ് തോമസ് സംഗീതമധുരമായി അവതരിപ്പിച്ച നന്ദിയുടെ ഒരു വർഷം എന്ന സ്ലൈഡ് ഷോ ഹൃദ്യമായിരുന്നു. ഇടവക അംഗങ്ങളുടെ വിവരങ്ങളും കുടുംബ ഫോട്ടോയും ഇടവകയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ വിവരണങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി 5 വർഷത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന പാരിഷ് ഡയറക്ടറിയുടെ പ്രകാശനവും
തദവസരത്തിൽ നടന്നു. ഇടവകയിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളെയും വിവാഹ ജീവിതത്തിന്റെ 25, 50, 60 വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതിമാരെയും തദവസരത്തിൽ ആദരിച്ചു. റാഫൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാർ സമ്മാനങ്ങൾ ലഭിച്ചു. 20-ലധികം വർഷങ്ങളായി ആത്മാർത്ഥമായി അൾത്താര ശുശ്രൂഷ നിർവഹിക്കുന്ന ജോസഫ് വർഗീസ്, പാരിഷ് സെക്രട്ടറിയും അക്കൗണ്ടന്റുമാരായ ടോം പറ്റാനിയിൽ 10 വർഷം ചീഫ് എഡിറ്റർ എന്ന നിലയിൽ മുടക്കം വരാതെ എല്ലാ മാസവും പാരിഷ് ന്യൂസ് ലെറ്റർ പ്രസിദ്ധീകരിക്കുന്നതിന് മേൽനോട്ടം വഹിച്ച ജോസ് തോമസ് എന്നിവരെ തദവസരത്തിൽ ആദരിച്ചു. ആധുനിക ടെലിവിഷൻ ഷോകളിൽ കാണുന്നതുപോലെ പശ്ചാത്തല ദൃശ്യവിസ്മയങ്ങൾ, കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ കലാപരമായ ഡിസൈനുകൾ സമന്വയിപ്പിച്ച് സ്റ്റേജിന് മിഴിവേകിയ വീഡിയോ വാൾ കലാസന്ധ്യയ്ക്ക് മിഴിവേകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. പ്ലെയിൻഫീൽഡ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി സംഘം നോർത്ത് പ്ലെയിൻഫീൽഡ് സെയിന്റ് ബെസിലിയസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക നവംബർ 24 ഞായറാഴ്ച സന്ദർശിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് കരോളിന് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ കിക്ക് ഓഫ് ലോങ് ഐലൻഡിലെ ജ്ഞാനായ സെന്ററിൽ നടത്തപ്പെട്ടു. ഇത്തവണ വാർഡ് അടിസ്ഥാനത്തിൽ കരോൾ മത്സരവും നടത്തപ്പെടുന്നു. മാധ്യമരംഗത്ത് നിരവധി സംഭാവനകൾ നൽകുന്ന വടക്കേ അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മാധ്യമശ്രീ, മാധ്യമരത്ന, മീഡിയ എക്സലൻസ് പുരസ്കാരങ്ങൾക്കുള്ള നോമിനേഷനുകൾക്ക് വമ്പിച്ച പ്രതികരണം. മാർത്തോമ സഭയുടെ നോർത്ത് അമേരിക്ക ഭദ്രാസനത്തിൽ ഹ്രസ്വ സന്ദർശനത്തിനായി എത്തിച്ചേർന്ന സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയ്ക്ക് ന്യൂയോർക്ക് JFK അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. കാനഡയിലെ വെസ്റ്റേൺ ഒന്റാരിയോയിൽ രൂപീകൃതമായ പുതിയ ജ്ഞാനായ അസോസിയേഷന് വർണ്ണശബളമായ തുടക്കം. ന്യൂജേഴ്സിയിൽ ഇന്ത്യൻ സമൂഹത്തെ ഒന്നിപ്പിച്ച് മന്ത്ര ട്രൈസ്റ്റേറ്റ് വർണ്ണ പകിട്ടാർന്ന ദീപാവലി ആഘോഷം നടത്തി. വൈസ് പ്രസിഡന്റ് ദീദ നായർ അതിഥികളെ സ്വാഗതം ചെയ്തു. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ ഈ വർഷത്തെ ക്രിസ്മസ് കരോളിന് തുടക്കം കുറിച്ചു. ഇടവകയിലെ കൂടാരയോഗം ഭാരവാഹികൾക്കും ഷിക്കാഗോ KCS ഭാരവാഹികൾക്കും ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപങ്ങൾ വെഞ്ചരിച്ച് നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ക്രിസ്മസ് കരോളിന് വികാരി ഫാദർ സിജു മുടക്കോടിയിൽ പ്രാരംഭം കുറിച്ചത്. വത്തിക്കാനിൽ സർവ്വമത സമ്മേളനത്തിൽ അമേരിക്കയിൽ നിന്നും ഏതാനും മലയാളികൾ പങ്കെടുത്തു. ന്യൂജേഴ്സിയിൽ നിന്ന് വേൾഡ് മലയാളി കൗൺസിൽ ആഗോള ചെയർ തോമസ് മൊട്ടയ്ക്കൽ, ന്യൂയോർക്കിൽ നിന്ന് ഷൈമി ജേക്കബ് തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം newsatpravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.